പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ഒരു 3-4 മാസക്കാലത്തിനിടയിൽ എടുക്കുന്ന നടപടികളെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ പൊതുമണ്ഡലത്തിൽ പിന്തുണച്ചിട്ടുള്ള പല പൊതുപ്രവർത്തകരിൽ ഒരാളായിരിക്കും ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്വമേധയാ കേസെടുത്തു. ഇതിനുള്ളിൽ ഏതാണ്ട് ഒരു 11 ഇടക്കാല ഉത്തരവുകളെങ്കിലും പുറപ്പെടുവിച്ചു. കേസന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. അതിൽ ഉദ്യോഗസ്ഥന്മാർ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചു. അവർ വളരെ കാര്യശേഷിയുള്ളവരാണ് എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. ആ SIT അന്വേഷിക്കേണ്ടത് എന്താണ് എന്ന് പോലും ഏതാണ്ട് 9 പോയിന്റുകളായിട്ട് ഒക്ടോബർ 21, 2025 വിധിന്യായത്തിൽ പറഞ്ഞു. അന്വേഷണം കൃത്യമായി നിരീക്ഷിച്ചു. തങ്ങളോട് മാത്രമേ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ എന്ന് SITയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ ഹൈക്കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലിലൂടെ ഈ ശബരിമല പെരുങ്കൊള്ളയിലെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് പൊതുമണ്ഡലത്തിൽ അറിയാൻ കഴിയും എന്ന് ഞാൻ ഈ കഴിഞ്ഞ 4.5 മാസവും വിശ്വസിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ പല സുഹൃത്തുക്കളും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് തർക്കിച്ചു. വളരെ വൈകാരികമായി ഞാൻ ആ നിലയിൽ പ്രതികരിച്ചു. ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ എനിക്കുള്ള വിശ്വാസം പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ 2025 ഡിസംബർ 3 ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീണ്ടും 6 ആഴ്ച കൂടി കാലാവധി നൽകിക്കൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. വൈൽ ഗ്രാൻഡിങ് SIT ഫർദർ ടൈം ഓഫ് 6 weeks ടു കൺക്ലൂഡ് ദി ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി 6 മാസം കൂടി നൽകുമ്പോൾ വി വൺസ് അഗെയിൻ റിമൈൻഡ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആൻഡ് SIT ടു പ്രൊസീഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് അൺകോംപ്രമൈസിംഗ് മെറ്റിക്കുലസ്നെസ്, heightened diligence and scrupulous adherence to every legal requirement. അങ്ങനെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വന്നു. വിട്ടുവീഴ്ചയില്ലാതെ നിയമത്തിന് അനുസൃതമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് 3 ഡിസംബർ 2025 ഈ SITക്ക് രണ്ടാമതൊന്നുകൂടി 6 ആഴ്ച കാലാവധി അന്വേഷണത്തിന് നൽകിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞു. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ 6/10/2025 ഹൈക്കോടതി ശ്രീമാൻ H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അത് 6 ആഴ്ചത്തേക്കായിരുന്നു. അതിനുശേഷം 3 ഡിസംബർ 2025 വീണ്ടും ഒരു 6 ആഴ്ച കൂടി കൊടുക്കുന്നു. അതിനുശേഷം ജനുവരി 5 2026 6 ആഴ്ച കൂടി കൊടുക്കുന്നു. അപ്പം 3 തവണ 6 ആഴ്ച വീതം ഈ അന്വേഷണ സംഘത്തിന് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കൊടുത്തു. എന്ന് മാത്രമല്ല, അന്വേഷണ സംഘത്തിൽ തങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ആവർത്തിച്ച് ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആവർത്തിച്ച് 3 തവണയാണ് ഇപ്പോൾ 6 ആഴ്ച കാലത്തെ കാലാവധി അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നത്. പരിപൂർണമായിട്ടുള്ള വിശ്വാസം തങ്ങൾക്ക് ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറയുന്നു. സുഹൃത്തുക്കളെ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ തങ്ങൾക്കുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും ആ ഹൈക്കോടതിയിലെ തന്നെ ഒരു സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ആവർത്തിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ തനിക്കുള്ള അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, രണ്ടും വരുന്നത് ഹൈക്കോടതിയിൽ നിന്നാണ്. ദേവസ്വം ബെഞ്ച് പറയുന്നു തങ്ങൾക്ക് പരിപൂർണ വിശ്വാസം. അവസാനത്തെ ജഡ്ജിമെന്റിലും ഒക്കെ തന്നെ വലിയ തോതിൽ അങ്ങ് പുകഴ്ത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ. പക്ഷേ ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ വിധിന്യായം നമ്മൾ നോക്കി. അദ്ദേഹം ഈ ദേവസ്വം ബെഞ്ചുമായി ചേർന്നിട്ടുള്ള ആളല്ല. ഇതിലെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ചെന്നപ്പോൾ ആ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എത്രയോ വിമർശനങ്ങൾ ഉന്നയിച്ചു. A. പത്മകുമാറിനെ ഇതിനകത്ത് ക്രിമിനലി കൾപ്പബിളായതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, എന്തുകൊണ്ട് വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്തില്ല? ബദറുദ്ദീൻ ചോദിച്ചു. അവർക്കെതിരെ കേസ് പോലും നിങ്ങൾ എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു. അതിനുശേഷമാണ് കേസെടുത്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു. അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്.
വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു. കെ പി ശങ്കരദാസ് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്ന് കിടന്നപ്പം ദേവസ്വം ബെഞ്ചല്ല ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അയാളെ ആശുപത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് SIT യോട് ചോദിച്ചു, ബദറുദ്ദീനാണ്, ദേവസ്വം ബെഞ്ചല്ല. അയാളുടെ ആശുപത്രിയിൽ പോയി അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് ബദറുദ്ദീനാണ്, ദേവസ്വം ബെഞ്ചല്ല. അയാളുടെ രോഗം എന്താണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ദേവസ്വം ബെഞ്ച് ചോദിച്ചില്ല, ബദറുദ്ദീനാണ് ചോദിച്ചത്. അവസാനം കള്ള അസുഖമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. അയാളെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയാളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി, അവിടുന്ന് ജയിലിലേക്ക് മാറ്റി. അത് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇടപെട്ടുകൊണ്ടല്ലേ. അവിടെയൊക്കെ എങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഈ ദേവസ്വം ബെഞ്ച്? തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ദേവസ്വം ബെഞ്ചിന്റെ അവസാനത്തെ ഉത്തരവിൽ പറഞ്ഞ എന്താണ്? രണ്ട് കേസുകളിലുമായി 5 പേരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ അതിന്റെ അന്ത്യഘട്ടത്തിലാണെന്ന് പറഞ്ഞു. എവിടെ? എത്ര ദിവസം കഴിഞ്ഞു ദേവസ്വം ബോർഡിന്റെ അവസാനത്തെ ഉത്തരവ് വന്നിട്ട്? ആര് അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഇനി ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബെഞ്ച് PS പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവസാനത്തെ ഉത്തരവിൽ എന്താ പറയുന്നറിയോ? ഹാവിംഗ് ഗോൺ ത്രൂ ദ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പ്ലേസ്ഡ് ബിഫോർ ദിസ് കോർട്ട്, we are satisfied that the investigation is being carried out in a professional and thorough manner, leaving no stone unturned എന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് SIT യെ കുറിച്ച് പറഞ്ഞത്. The investigation is being carried out in a professional and thorough manner, leaving no stone unturned. അത് 5 ജനുവരിയിലെ വിധിന്യായത്തിലാണ്. അത് ശരിയാണോ? ആണെന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നില്ല. തൊണ്ടി മുതൽ പിടിച്ചിട്ടില്ല. പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കെ പി ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ബദറുദ്ദീന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രതികൾ പറഞ്ഞതുപോലെ ഉരുക്കി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവുകൾ തന്നെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ PS പ്രശാന്തിന്റെ കാര്യം നോക്കൂ. നവംബർ 5, 2025 further irregularities in connection with gold plating of Dwarapalakas in September 2025. ആരായിരുന്നു സെപ്റ്റംബർ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? PS പ്രശാന്ത് ആയിരുന്നില്ലേ? അയാളുടെ കാലത്ത് നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് തുടർന്നുള്ള 19 മുതൽ 26 വരെയുള്ള ഖണ്ഡികകളിൽ വിശദമായി പറഞ്ഞിരുന്നതല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് PS പ്രശാന്തിന്റെ കാലത്തുള്ള ക്രമക്കേടുകളെക്കുറിച്ച്? അത് പറഞ്ഞ നവംബർ 5 അത് കഴിഞ്ഞ് ഡിസംബർ 5 കഴിഞ്ഞ് ജനുവരി 5 കഴിഞ്ഞ് ഫെബ്രുവരി 5 ആകാൻ പോകുന്നല്ലോ. എന്നിട്ട് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതാണോ പ്രൊഫഷണൽ ആയിട്ടുള്ള തറോ മാനറിലുള്ള ലിവിങ് നോ സ്റ്റോൺഡ് അൺടേൺഡ് ആയിട്ടുള്ള അന്വേഷണം എന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞേ മതിയാവൂ. കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെന്താണ് SIT ദേവസ്വം ബെഞ്ച് കാണാതിരുന്നത്? അതുകൊണ്ട് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ശബരിമല പെരുങ്കുള്ള അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതൊന്നും ദേവസ്വം ബെഞ്ച് കണ്ടതായി കാണാൻ കഴിയുന്നില്ല. ഞാൻ ഈ ദേവസ്വം ബെഞ്ചിൻ്റെ ഈ വിധിന്യായങ്ങളൊക്കെ എടുത്ത് ഞാൻ നോക്കുകയായിരുന്നു. അതായത് ആദ്യം 12/9/2025 വിധിന്യായം വന്നു, പിന്നെ 15/9 വന്നു, 17/9 വന്നു, 29/9 വന്നു, 6/10 വന്നു, 10/10 വന്നു. അതിനുശേഷം കുറേ ഉത്തരവുകൾ, ഏതാണ്ട് ഒരു 10-ലധികം ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചിൻ്റെയൊക്കെ ആ വിധിന്യായങ്ങളിലൂടെ നമ്മളിങ്ങനെ വായിച്ച് പോരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തെ ഉത്തരവുകളിലൊക്കെ ഒരാർജവും ഇച്ഛാശക്തിയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവസാന ഉത്തരവുകളിലേക്ക് വരുമ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ ആർജവത്തിലും ഇച്ഛാശക്തിയിലും വലിയ തോതിൽ കുറവുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവസാനത്തെ ഉത്തരവിൽ പറയുകയാണ്, എന്താ പറയുന്നത്? അവസാനത്തെ ഉത്തരവിൽ പറയുന്നു 98 മുതൽ അന്വേഷിക്കണം, 4 ഘട്ടമായിട്ട് അന്വേഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. 3700/2025 3701/2025 മെയിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് പകരം 998 മുതൽ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇതേ ആവശ്യമാണ് CPM ഉന്നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആവശ്യത്തിലേക്ക് ദേവസ്വം ബെഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ 2 FIRകളിൽ നിന്നുള്ള അന്വേഷണത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു. ഈ അന്വേഷണത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതൊന്നും അറസ്റ്റ് ചെയ്യാതെ FIR പോലും രജിസ്റ്റർ ചെയ്യാതെ വാജിവാഹനത്തിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു.
അപ്പോൾ ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്താനാണോ ഈ ദേവസ്വം ബെഞ്ച് ശ്രമിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരിക്കുന്നു. ആദ്യ സമയത്തൊന്നും ദേവസ്വം ബെഞ്ചിനുണ്ടായിരുന്ന ആർജവും ഇച്ഛാശക്തിയും അവസാനമായപ്പോൾ കാണുന്നില്ല. ദേവസ്വം ബെഞ്ചിന് തന്നെ ഈ കേസ് എവിടെ പോകും എന്നതിനെക്കുറിച്ചിട്ട് ഒരു പിടിയുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള കാര്യത്തിലേക്കും കാര്യങ്ങൾ മാറുന്നു. എന്നിട്ടും ഒരുപാട് വീഴ്ചകൾ വരുത്തിയ SITയെ ഈ പറഞ്ഞതുപോലെ മുച്ചൂടും താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് ദേവസ്വം ബെഞ്ച് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഒരുപാട് വീഴ്ചകൾ SITക്ക് ഉണ്ടായതൊന്നും ദേവസ്വം ബെഞ്ച് കണ്ടില്ല. ജസ്റ്റിസ് ഏബദറുദ്ദീൻ ആണ് കണ്ടത്. അദ്ദേഹം ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ പലരും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പോയേനെ. പക്ഷേ പലരും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഈ ശബരിമല പെരുങ്കൊള്ളയിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരും എന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നതേയില്ല. ദേവസ്വം ബെഞ്ചിന് തന്നെ എവിടെ നിന്നൊക്കെയോ പിടി വീണോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ആദ്യ സമയത്തുണ്ടായിരുന്ന ഒരു ശക്തി, ഒരു ഊർജം ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ എനിക്ക് വയ്യ. കാരണം പോയാൽ കോടതി ലക്ഷ്യ കേസ് വീണ്ടും ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ എൻ്റെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു.